ഹലോ. അടി എന്നത് ബിഗ് ബോസിന്റെ ഒരു വീക്ക്നെസ് ആണ്. അടി എപ്പോൾ കണ്ടാലും ബിഗ് ബോസ് വെറുതെ വിടത്തില്ല. അടി എപ്പോൾ ഉണ്ടായാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് അതൊരു കണ്ടന്റ് ആണ്. അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. അത് കയ്യാങ്കളി ആവരുതെന്ന് മാത്രം നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമലംഘനമായിട്ടുള്ള അടികൾ വന്നാൽ മാത്രമേ ബിഗ് ബോസിന് പ്രശ്നമുള്ളൂ. റോക്കിയും സിജോയുമായിട്ടുണ്ടായതുപോലെ അതെല്ലാം വാക്കുകൊണ്ടുള്ള അടിയാണ്. തൊട്ടടുത്ത് വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന അടിയാണ്. പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്ന അടിയാണെങ്കിൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നടക്കും. അതൊക്കെ സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഒരു അടിയോടുകൂടിയാണ്. തലേന്ന് രാത്രി ഉണ്ടായ അടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം കാണിച്ചത്. സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ കാണുന്ന 8 മണിക്കുള്ള പാട്ടോടുകൂടി എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അടികളോ അങ്ങനെയുള്ള സ്പെഷ്യൽ സംഭവങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ടായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത്. ഇപ്പോൾ അടിയുടെ മൂല കാരണം ജാസ്മിനാണ്. ജാസ്മിനോട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഹൻസിബ. അപ്പോൾ ജാസ്മിൻ തലയാട്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പൂജ പോയി പറഞ്ഞു പവർ ടീമിലെ അംഗമാണ്, പവറുള്ള അംഗമാണ്, അധികാരിയായിട്ടുള്ള പൂജ പോയി പറഞ്ഞു. എന്നിട്ടും ജാസ്മിൻ കേട്ടില്ല. ജാസ്മിൻ പറയുന്നത് സിബിൻ തന്നോട് പണി ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ സിബിൻ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നൊക്കെയാണ്. എന്തായാലും വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. ബിഗ് ബോസിന്റെ അത് സ്ഥിരം ശീലമാണ് ബിഗ് ബോസിലെ അംഗങ്ങളുള്ളത്. ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാം. ഒരാൾ പറയുന്നതല്ല പലപ്പോഴും മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു കാര്യം കേൾക്കുന്നത് അത് മനസ്സിലാക്കാനല്ല, അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ മറുപടി കൊടുക്കാൻ വേണ്ടി പറയുന്നവരുടെ എണ്ണം കൂടുതലാണ് ബിഗ് ബോസിൽ. ആരും മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നില്ല. എല്ലാവർക്കും കപ്പാണ് മുഖ്യം. കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറയത്തില്ലേ, അതുപോലെ കപ്പ് മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. തന്റെ പോയിന്റ് മുന്നോട്ട് വെച്ച് അതിൽ കാഴ്ചക്കാരെ ഉണ്ടാക്കുക, അതിൽ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം. എന്തായാലും ജാസ്മിനുമായിട്ട് അടിയായി, ജാസ്മിനുമായിട്ട് വഴക്കായി. ആ വഴക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു കൂട്ടമായിട്ടാണ് ജാസ്മിനെയും ഗബ്രിയെയും ആക്രമിക്കുന്നത്. ഗബ്രിയുടെയും ജാസ്മിന്റെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ. ഗബ്രിയെ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, ജാസ്മിനെ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ജാസ്മിൻ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമറാണ്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന ഗെയിമറാണ്. ഗബ്രി പലപ്പോഴും ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്, മറ്റുള്ളവരെ ഒരിക്കലും കൺസിഡർ ചെയ്യാറില്ല, മറ്റുള്ളവരുടെ സപ്പോർട്ടിനും പോകാറില്ല. ഇപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് വളരെ നിഷ്പക്ഷമായിട്ടാണ് ആ പെൺകുട്ടി നിലകൊണ്ടത്. നോറയുടെ പ്രശ്നം വന്നപ്പോഴും എല്ലാം മുന്നിലേക്ക് പോയി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചതും ജാസ്മിൻ തന്നെയാണ്. ഇപ്പോഴാണെങ്കിലും നോറയ്ക്ക് പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിനാണ്. അപ്പോൾ ഉള്ളിലൊന്നും വെക്കാതെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ജാസ്മിൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ എൻ്റെ നിഗമനം തെറ്റായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് എഴുതിയേക്കുക കമന്റ് ബോക്സിൽ. എന്തായാലും ജാസ്മിനോടുള്ള വഴക്ക് ഒരു ഹൈന കൂട്ടം പോലെ, നമ്മുടെ കഴുതപ്പുലികളുണ്ടല്ലോ, കഴുതപ്പുലികളെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ആനയെ പോലും വീഴ്ത്താൻ കഴിവുള്ള ജീവിയാണ് കഴുതപ്പുലി. അത് ഒറ്റയ്ക്കല്ല വീഴ്ത്തുന്നത്, ഒരു കൂട്ടമായിട്ട് ചെന്നാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് പോലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആന പോട്ടെ, നമ്മുടെ സിംഹം, വന്യമൃഗങ്ങളുടെ രാജാവെന്ന് നമ്മൾ പറയുന്ന സിംഹത്തിന് പോലും അറിയില്ല താൻ രാജാവാണെന്ന കാര്യം. എന്നാലും നമ്മൾ വന്യമൃഗങ്ങളുടെ രാജാവെന്ന് പറയുന്ന സിംഹത്തിന് പോലും കഴുതപ്പുലികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കഴുതപ്പുലി കൂട്ടം പോലെയാണ് ജാസ്മിനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തത്. സിബിൻ തുടങ്ങി വെച്ചു, പിന്നെ അത് നമ്മുടെ ശരണ്യ ആനന്ദ് ഏറ്റുപിടിച്ചു, ജിൻഡോ വന്നു, അതിനിടയ്ക്ക് അഭിഷേകം എന്തിനോ വരുന്നുണ്ടായിരുന്നു. അഭിഷേകം ഗബ്രിയായിട്ട് അടിയായി. ഗബ്രിയായിട്ട് അടിയാവാൻ കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗബ്രി വന്നു. മുമ്പത്തെ പോലെ തന്നെ ജാസ്മിന് വഴക്കുണ്ടായാൽ, ജാസ്മിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഗബ്രി ഇടപെടും. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇടയ്ക്ക് അവർ തമ്മിലൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായത് പുറത്തെ കാര്യം അറിഞ്ഞുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ജാസ്മിൻ വീക്കായത് പുറത്തെ കാര്യം അറിഞ്ഞപ്പോൾ മാത്രമാണ്. പുറത്തെ കാര്യം സായി വന്ന് പറഞ്ഞതിന് ശേഷം, അതിനു മുമ്പ് അവളുടെ അച്ഛൻ വിളിച്ച് ഫോൺ ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ജാസ്മിൻ വീക്കായത്. അത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ്. പുറത്ത് നിന്ന് ജാസ്മിന്റെ അച്ഛന്റെ ഫോൺ വിളിക്കാൻ സമ്മതിച്ചത്, അച്ഛനെ ഫോൺ വിളിക്കാൻ സമ്മതിച്ചത്, അതിലൂടെ ആ പെൺകുട്ടി, ആ കോണ്ടസ്റ്റന്റിനെ വീക്കാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. അതല്ലെങ്കിൽ ജാസ്മിൻ ഒരിക്കലും വീക്കായിരുന്നില്ല. 1000 സിബിന് അര ജാസ്മിൻ മതി. ആ രീതിയിലാണ് ജാസ്മിന്റെ പ്രകടനം. ജാസ്മിൻ ആരെയും വിട്ടില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ മുന്നിലും പേടിക്കാതെ എന്നാണ് ജാസ്മിൻ കളിക്കുന്നത്. എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും കൂളായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാൽ പോലും അത് പ്രകടിപ്പിക്കാതെ നിന്ന് കളിക്കാറുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നതിന് കാരണം ആ പുറത്തെ ഇമേജ് അറിഞ്ഞതും പുറത്തെ പ്രശ്നങ്ങളും അറിഞ്ഞതും മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ജാസ്മിനെ വെല്ലാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ചെയ്ത ഓരോ വീഡിയോയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിഗ് ബോസ് റിവ്യൂവർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും, എല്ലാ ദിവസവും ജാസ്മിന്റെ പേര് വരുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ജാസ്മിന്റെ എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ജാസ്മിൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വഴക്ക് എല്ലാവരും കൂടെ ചേർന്ന് ജാസ്മിന്റെ തലയിൽ കയറി. ഇടയ്ക്ക് ഗബ്രി വന്നതോടുകൂടി ഗബ്രിയുടെയും തലയിൽ കയറി. അതിനിടയ്ക്ക് ജിൻഡോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോ തന്റെ
തന്നെ സെലക്ട് ചെയ്ത ആൾക്കാരാണ്, തന്നെ ഇലക്ട് ചെയ്ത ആൾക്കാരാണ്, അവരുടെ കൂടെ നിൽക്കണമല്ലോ. ഇവിടെയൊക്കെ എനിക്ക് കാണുന്നത്, എനിക്ക് സത്യത്തിൽ കോമഡി ആയിട്ട് തോന്നുന്നത് ശരണ്യയുടെ പ്രകടനമാണ്. ശരണ്യ എങ്ങനെയൊക്കെയോ പവർ റൂമിൽ എത്തിപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ജിൻഡോ വടം വലിച്ചതുകൊണ്ട് മാത്രം പവർ ടീമിൽ എത്തപ്പെട്ട ഒരാളാണ് ശരണ്യ. അപ്പോൾ ശരണ്യയുടെ പ്രകടനം കാണുമ്പോൾ കുറച്ച് അധികാര ഗർവ് വന്നിട്ടാണ് പലപ്പോഴും ആ മുഖം കാണുമ്പോൾ തന്നെ തോന്നുന്നത്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് തനിക്ക് അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഗബ്രി ജാസ്മിൻ പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ടും ജാൻമണിയും എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നീട് ഗബ്രി അല്ലെങ്കിൽ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു തർക്കം, ഒരു കംപ്ലൈന്റ്, ജാസ്മിൻ ഒരു കംപ്ലൈന്റ് ചെയ്തു ജിൻഡോയെ പറ്റി, തന്നെ കാലിൽ വാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞു. ആ തർക്കം നടക്കുകയാണ്. അതിന്റെ ഒരു കോടതി സ്ഥാപിച്ചു നമ്മുടെ പവർ ടീം കോടതി സ്ഥാപിച്ച് അതിന്റെ ചർച്ച നടക്കുകയാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് നടക്കുകയാണ്. ജനാധിപത്യ രീതിയിലാണ് വോട്ടിംഗ്. ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വോട്ട് ആർക്ക് അനുകൂലമായിരിക്കും ആർക്ക് പ്രതികൂലമായിരിക്കും. എങ്കിലും ഇവിടെ കുറച്ചെങ്കിലും സ്വാഭാവികമായ നീതി ഉണ്ടായതെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഏകദേശം ഈക്വലായിട്ടാണ് വന്നിരുന്നത്. 9-8 ജിൻഡോയാണ് ആ തർക്കത്തിൽ ജയിച്ചത്. തർക്കം എന്തെന്ന് വെച്ചാൽ ജിൻഡോ ജാസ്മിനെ കാലിൽ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞു എന്നതാണ് ജാസ്മിന്റെ പരാതി. ജിൻഡോ പറയുന്നത് ജാസ്മിൻ തന്നെ പുള്ളിക്കാരൻ എന്ന് വിളിച്ചു എന്നാണ്. പുള്ളിക്കാരൻ എന്ന് വിളിച്ചാൽ എന്താണ്? പുള്ളിക്കാരൻ ഒരു സാധാരണ പ്രയോഗമാണ്, അതൊരു തെറിയല്ല. തൃശ്ശൂരിൽ ചെന്നാൽ ഗഡി എന്ന് വിളിക്കുന്നത് തെറിയാണോ? അല്ലല്ലോ. ഗഡി എന്ന് സാധാരണഗതിയിൽ ഒരാളെ വിളിക്കുന്നതല്ലേ. തിരുവനന്തപുരത്തേക്ക് ചെന്നാൽ അപ്പി എന്ന് വിളിക്കാറുണ്ട്, അതൊരു സാധാരണ പ്രയോഗമാണ്, ഒരു ഭാഷയിലെ പ്രയോഗമാണ്. അതുപോലെ കൊല്ലം ഭാഗത്തുള്ള പ്രയോഗമാണ് പുള്ളിക്കാരൻ. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ കൊല്ലം സൈഡിൽ എവിടെയാണ് വീടെന്നാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ജാസ്മിൻ എവിടെ നിന്നാണുള്ളത്. അപ്പോൾ കൊല്ലം സൈഡിലൊക്കെ ഉള്ള ഒരു പ്രയോഗം മാത്രമാണ് പുള്ളിക്കാരൻ. അതൊരു സാധാരണ ഒരു വ്യക്തി, അദ്ദേഹം എന്നുള്ള രീതി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിന് തെറ്റൊന്നുമില്ല. അതിനാണ് കംപ്ലൈന്റ് ചെയ്തത്, അതിനെതിരെയാണ് വോട്ടിംഗ് നടന്നത്. എന്തായാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ 8 പേരായിരുന്നു, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ 9 പേരായിരുന്നു. അതോടുകൂടി കുറ്റക്കാരി ജാസ്മിനായി. അതിൽ പലരും പറഞ്ഞ ന്യായങ്ങൾ പല വിധത്തിലുള്ള ന്യായങ്ങളായിരുന്നു. നമ്മുടെ അൻസിബ പറഞ്ഞത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ്. ഞാൻ ക്യാപ്റ്റൻ അല്ലായിരുന്നെങ്കിൽ കാലിൽ വാരി നിലത്തടിച്ചതിന്, അത് പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ്, അതുകൊണ്ട് പ്രസന്റ് ടെൻസിൽ അതിനൊരു പ്രസക്തി ഇല്ല എന്നാണ്. ഓക്കെ, കാലിൽ വാരി നിലത്തടിച്ചതിന് എന്നുള്ളൊരു കോമഡി ആയിട്ട് ഉപയോഗിച്ച കാര്യമാണ്, കോമഡി ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ പോലും പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ, അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്രയോഗങ്ങൾ അനുവദിച്ചു കൊടുത്താൽ അയാൾ എല്ലാവരുടെ നേർക്കും ഇതേപോലുള്ള പ്രയോഗങ്ങൾ നടത്തും. ഇതിനു മുമ്പും ജിൻഡോ കടന്ന പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്, തെറി വിളിച്ചിട്ടുള്ള ഒരാളാണ്. എന്തായാലും ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും അപ്പോൾ ഈ വോട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, മോഡറേറ്ററായി നിന്ന് ശരണ്യയും അതിലൊരു അംഗമാണ്, ആ ബിഗ് ബോസ് ഹൗസിലെ ഒരു അംഗമാണ്. ഈ പവർ ടീം പറഞ്ഞു തങ്ങൾ പവർ ടീമായിട്ടല്ല ഒരു വ്യക്തികളായിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നതെന്ന്. എന്തായാലും അവർ വോട്ട് ചെയ്തു. അപ്പോൾ ശരണ്യെ കൊണ്ട് വോട്ട് ചെയ്യിച്ചില്ല. ശരണ്യെ കൊണ്ട് വോട്ട് ചെയ്യിക്കാത്തതിന് കാരണം ഇവിടെ ആൾറെഡി 9-8 ജിൻഡോ ജയിച്ചു. 9-9 അല്ലെങ്കിൽ 8-8 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 9 വോട്ട് ജാസ്മിന് കിട്ടിയിരുന്നെങ്കിൽ ശരണ്യെ കൊണ്ടും കൂടെ വോട്ട് ചെയ്യിച്ചേനെ. അത് പിന്നീട് സിബിൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇതായിരിക്കും അവരുടെ പ്ലാൻ എന്ന്. അതിനുശേഷം സിബിൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയോട് ഇതായിരുന്നു തങ്ങളുടെ പ്ലാൻ എന്ന്. ജിൻഡോയുടെ മുന്നിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം പലപ്പോഴും സിബിൻ നടത്തുന്നുണ്ട്. ജിൻഡോയെ കൂടെ നിർത്താനുള്ള ശ്രമം സിബിൻ നടത്തുന്നുണ്ട്. ഈ സിബിനൊക്കെ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതൽ ജിൻഡോയ്ക്കാണെന്ന് സിബിന് വ്യക്തമായിട്ട് അറിയാം. ജനങ്ങൾ അല്ലെങ്കിൽ മാക്സിമം പേർ ജാസ്മിനും ഗബ്രിക്കും എതിരാണെന്നും അവിടെ ആ ലവ് സ്ട്രാറ്റജിക്ക് എതിരാണെന്നും സിബിന് അറിയാം. അപ്പോൾ ആ ശത്രുക്കളെ, അതായത് കോമൺ ആൾക്കാരുടെ, ഒരു മാക്സിമം ആൾക്കാരുടെ ശത്രുവായിട്ടുള്ള ജാസ്മിനെയും ഗബ്രിയെയും എതിർപക്ഷത്ത് നിർത്തി കളിക്കാനാണ് സിബിൻ ഉദ്ദേശിക്കുന്നത്. അവരെ എതിർപക്ഷത്ത് നിർത്തുമ്പോൾ, അവർക്കെതിരെ തിരിഞ്ഞ് കളിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ സപ്പോർട്ട് തനിക്ക് കിട്ടുമെന്ന് സിബിൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മിക്കവാറും കാറ്റ് മാറി വീശാനുള്ള സാധ്യതയുണ്ട്. സിബിൻ ഇങ്ങനെ അന്യായ കളി കളിച്ചാൽ, ഒരു കഴുതപ്പുലിക്കൂട്ടം പോലെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ജാസ്മിനും ഗബ്രിക്കും സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ തുടങ്ങിയാൽ അത്ഭുതമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് ഒരു വീക്കായ ടീമിനായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയും മറ്റേതെങ്കിലും രാജ്യവും തമ്മിലുള്ള മത്സരം, എന്തെങ്കിലും ക്രിക്കറ്റോ ഫുട്ബോളോ മത്സരമാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തായിരിക്കും. അതേസമയം 2 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടാത്ത മറ്റ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും മത്സരമാണെങ്കിൽ നമ്മുടെ മനസ്സ് അറിയാതെ വീക്കായ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യും. അവർ ജയിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ ഇവിടെ ജാസ്മിനെ ഇവർ വീക്കാക്കാൻ ശ്രമിക്കുകയാണ്, ഒരു ഗ്രൂപ്പായിട്ട് നിന്ന്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചല്ല, ജാസ്മിൻ കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്നാണ്. അതല്ലെങ്കിൽ ഗബ്രി കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ 2 പേരാണ് നിന്ന് കളിക്കുന്നത്, നിങ്ങൾ 12 പേരുണ്ട്. ശരിയാണത്.
ഈ രണ്ടുപേർക്കെതിരെ 12 പേർ നിന്ന് കളിക്കുമ്പോൾ ഈ രണ്ടുപേരോട് നമുക്ക് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ആഗ്രഹം തോന്നാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആവും. നിങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കമന്റുകൾ പലതും പരിശോധിക്കുക. മുൻപത്തെ അവരുടെ ചെയ്തികൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എതിർപ്പ് മാത്രമേ ഉള്ളൂ. പതുക്കെ പതുക്കെ ജാസ്മിന് സപ്പോർട്ട് ഉണ്ടായി വരുന്നുണ്ട്, ഗബ്രിക്ക് ഇല്ലെങ്കിൽ പോലും. ഗബ്രി ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഗബ്രി. കാരണം ഗബ്രി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒട്ടും ആരെയും കൺസിഡർ ചെയ്യാത്ത ഭയങ്കരമായിട്ട് സ്വാർത്ഥനെന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ്. സ്വാർത്ഥനെന്ന് തോന്നിക്കുന്നതല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വാർത്ഥനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗബ്രി വാക്ചാതുര്യമുണ്ട്, കളിക്കാനറിയാം, ഏതൊരു ഗെയിമും ശക്തമായിട്ട് തന്നെ നിലയുറച്ച് കളിക്കും. ഇന്നലത്തെ ഗെയിം തന്നെ, കരകാട്ടം എന്ന് പറയുന്ന ഗെയിം തന്നെ അവസാന നിമിഷം വരെ പിടിച്ചിരുന്നത് ഗബ്രിയാണ്. അവിടെ 2ാം സ്ഥാനത്താണ് വന്നത്. അപ്പോൾ അവസാന നിമിഷം വരെ ഗബ്രി പിടിച്ചു നിന്നു. അപ്പോൾ ഗബ്രിക്ക് ഏത് ഗെയിം കൊടുത്താലും, ഏത് ടാസ്ക് കൊടുത്താലും അതിൽ ഗബ്രി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വരാം. ആ പ്രശ്നം നടക്കുമ്പോൾ, ഇവിടെ കോടതിയിൽ വാദം നടക്കുമ്പോൾ, ഇന്റെ കാര്യം ആരും നോക്കാനില്ല, ഇന്നെ ആരും നോക്കുന്നില്ല, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നോറ ബെഡിൽ പോയി, തൻ്റെ നെക്സ്റ്റ് റൂമിൽ പോയി കിടന്നത് മാത്രമല്ല കിടന്നുറങ്ങുകയും ചെയ്തു. പട്ടി കുരച്ചു. അതോടുകൂടി നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണമെന്നായി. പണിഷ്മെന്റ് കൊടുത്തല്ലേ പറ്റൂ. നോറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നോറയ്ക്ക് കരച്ചിലാണ് നോറയുടെ ശക്തി ഇരിക്കുന്നത്. നോറ വിചാരിക്കുന്നത് ദിവസവും 4 നേരം കരഞ്ഞാൽ, നമ്മൾ ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുക്കുന്ന പോലെയാണ് 4 നേരം കരയുക. അപ്പോൾ 4 നേരം കരഞ്ഞാൽ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടുമെന്നും സപ്പോർട്ട് കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു നോറ. പക്ഷേ കരച്ചിലിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേടേ. 1 പ്രാവശ്യം കരഞ്ഞാൽ, 2 പ്രാവശ്യം കരഞ്ഞാൽ ഓക്കെ. 4 ദിവസം കൂടുമ്പോൾ 1 പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്കും സിമ്പതി തോന്നും. ഇത് ദിവസവും ഓരോരോ മണിക്കൂറാണ് കരച്ചിൽ. നിങ്ങൾ ലൈവ് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് നോറയുടെ കരച്ചിൽ. കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്നെ ആരും നോക്കുന്നില്ല, ഞാൻ പറയുന്ന ആരും കേൾക്കില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഏതൊക്കെയോ കാലത്ത്, എന്നോ ജാമ്പവാന്റെ കാലത്ത് കാണുന്ന കഥയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നോറ പറയുന്നത്. ഇന്നെ ആരും നോക്കുന്നില്ല, എന്നോട് ആരും സംസാരിക്കുന്നില്ല, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, ഇങ്ങനെയൊക്കെ. ആ കരച്ചിൽ ഇറിറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ ഈ നോറയുടെ ഭാഗം വരുമ്പോൾ മ്യൂട്ട് ചെയ്യാണ് പതിവ്. കാരണം അതല്ലാതെ കേൾക്കാൻ പറ്റില്ലെങ്കിൽ കരഞ്ഞ് 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അൻസിബയെ പോലുള്ളവരൊക്കെ നോറയെ വന്ന് ആശ്വസിപ്പിക്കാറുണ്ട്. ആശ്വസിപ്പിക്കുന്നതനുസരിച്ച് നോറയുടെ കരച്ചിൽ കൂടും. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പകുതിയും നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയോ നടന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ആ സമയം ലൈവില് വേറെ ക്യാമറ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ ഇവിടെ ഇഷ്യൂ പറയുമ്പോൾ നോറ തൻ്റെ ബെഡിൽ പോയി കിടന്നു. ഇന്നെ ആരും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന ആർക്കും കേൾക്കണ്ടെന്ന്. എന്തായാലും ഉറങ്ങി, പട്ടി വരച്ച് പണിഷ്മെന്റ് കൊടുത്തു. ശരിയായ പണിഷ്മെന്റ് ആയിരുന്നു, നല്ല പണിഷ്മെന്റ് ആയിരുന്നു കൊടുത്തത്. കിലുക്കത്തിലെ രേവതി, നന്ദിനി തമ്പ്രാട്ടി ആയിട്ട് ഉച്ച മുതൽ വൈകിട്ട് ചായയുടെ സമയം വരെ അഭിനയിക്കണമെന്ന്. അപ്പോഴേ നോറ പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ ഒരു പണിഷ്മെന്റ് ആണോ? ആക്ച്വലി നോറയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിരുന്നു അവർ തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നോറയെ ഒന്ന് ചിരിപ്പിക്കാനുള്ള വഴിയായിരുന്നു. അത് കറക്റ്റായിട്ട് ആ കാര്യത്തിൽ ഞാൻ പവർ ടീമിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നോറയെ ചിരിപ്പിക്കാനുള്ള ഒരു വഴിയായിരുന്നു അവർ തുറന്നു കൊടുത്തത്. അവിടെയും നോറ പ്രശ്നം ഉണ്ടാക്കി. എനിക്ക് മാത്രം പണിഷ്മെന്റ്, അന്ന് ജാൻമണി ചേച്ചി ചെയ്തു, അന്ന് മറ്റേ ചെയ്തു. എന്താണിത് മിസ്റ്റർ? ഒരു ലിമിറ്റിലൊക്കെ കരയൂ, ഒരു ലിമിറ്റിലൊക്കെ പ്രശ്നം ഉണ്ടാക്കൂ. കാണുന്നവർക്ക് ഒരു രസമൊക്കെ വേണ്ടേ? എന്തായാലും പിന്നീട് മറ്റുള്ളവരെല്ലാം ചേർന്ന് പറഞ്ഞു കൊടുത്തു അതിന്റെ ഗുണങ്ങൾ. നന്ദിനി തമ്പുരാട്ടി ആയിക്കഴിഞ്ഞാൽ എന്തും പറയാം, എന്ത് സത്യം വേണമെങ്കിലും ആരോടും വിളിച്ചു പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. എന്നിട്ട് നോറ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. എന്തായാലും കുറച്ചൊക്കെ അത് എന്റർടൈനിങ് ആക്കാൻ നോറയ്ക്ക് പറ്റി. അതേസമയം തന്നെ നന്ദിനി തമ്പ്രാട്ടിയുടെ റോൾ, അതായത് കിലുക്കത്തിലെ രേവതിയുടെ റോൾ നോറ ചെയ്യുമ്പോൾ ശരണ്യൊക്കെ നിന്ന് ഓർഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. നോറ ഡാൻസ്, നോറ സിംഗ്, വാട്ട് ദ ഹെൽ? അങ്ങനെ ആരാണ് പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഓർഡർ കൊടുത്താൽ? അതും നോറ ആ സമയത്ത് ഒരു മണ്ടിയെ പോലെയാണ് ബിഹേവ് ചെയ്തത്. അവർ പറയുന്ന ഉടനെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ആവശ്യം എന്താണ്? നന്ദിനി തമ്പ്രാട്ടി എന്ന് പറഞ്ഞത് മെന്റലി ഡിസോർഡർ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നീട് അത് കാപട്യമാണ് എന്ന് പിന്നീട് അറിയുന്നുണ്ടെങ്കിലും, അതൊരു അഭിനയമായിരുന്നു എന്ന് പിന്നീട് അറിയുന്നുണ്ടെങ്കിലും, നന്ദിനി തമ്പ്രാട്ടി ബേസിക്കലി മെന്റലി ഇഷ്യൂസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ ഇവർ പറയുന്ന കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആക്ച്വലി ആ സമയം നോറ പറയേണ്ടത് നീ പൊടി എന്നായിരുന്നു. നീ ആരോട് എന്നോട് ചോദിക്കാൻ എന്നായിരുന്നു നോറ പറയേണ്ടിയിരുന്നത്. കാരണം കഥാപാത്രമാണ്, എന്തും ചെയ്യാൻ എന്തും പറയാമെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കരുതെന്ന് മാത്രം, അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്തും ചെയ്യാമായിരുന്നു. അതിനെ വേണ്ട രീതിയിൽ നോറ ഉപയോഗിച്ചില്ല. കാരണം അതിനു മുമ്പ് തന്നെ കരച്ചിൽ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട്, ഈ ആക്ട് കഴിഞ്ഞിട്ടും പോയിരുന്നു കരയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണോ എന്തോ. അതിനുശേഷം പവർ ടീമിന് മനോഹരമായിട്ടുള്ളൊരു പണി കിട്ടി. പവർ ടീം ബിഗ് ബോസിനെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കിയാണ്. ബിഗ് ബോസ് തിരിച്ചിവരെ കളിപ്പിച്ചു. നീയൊക്കെയാണ് എൻ്റെ കയ്യിലെ കുട്ടിക്കുരങ്ങന്മാരെന്ന് പറയാതെ പറഞ്ഞു. ഇവർ ആദ്യം മെയിൻ ഡോറും പവർ റൂമിന്റെ ഡോറും അടയ്ക്കാൻ പറഞ്ഞു. ആദ്യമൊന്നും അടഞ്ഞില്ല. പിന്നെ എന്തോ
ബിഗ് ബോസിനും തോന്നി ഇവന്മാരുടെ കുറച്ച് അധികമാവുന്നില്ലേ അധികാര ഗർവ്. ഈ അധികാര ഗർവ് വന്നാലേ അത് കൺട്രോൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഏകാധിപത്യം വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും, മറ്റുള്ളവരെല്ലാം അടിമകളാണെന്ന് തോന്നും. അതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബിഗ് ബോസ് ആ പവർ റൂമിന്റെ ഡോറങ്ങ് അടച്ചു. പിന്നെ ഇവർ താണ് വീണ് കരഞ്ഞ് കെഞ്ചിയിട്ടും ഡോറ് തുറന്നില്ല. നാണം കെട്ട് വാലി മുറിഞ്ഞ അവസ്ഥയായിപ്പോയി പവർ ടീമിൻ്റെത്. കുറേ തവണ പറഞ്ഞു, പലരുടെയും മുഖത്ത് പുച്ഛം കാണാനുണ്ടായിരുന്നു ഇവർ അടച്ചിട്ട റൂമിനകത്ത് ഇരിക്കുമ്പോൾ. അവിടെയും സിബിൻ ന്യായം കണ്ടെത്തുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ അധികാരം അനാവശ്യമായിട്ട് ഉപയോഗിക്കരുതെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നിബിന്റെ ആ വളിച്ച മുഖം, ചമ്മിയ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും അവസാനം ജിൻഡോ കാക്ക ഇവരെ വന്ന് രക്ഷിച്ചു. ജിൻഡോ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു. എന്തോ മനസ്സിലിഞ്ഞിട്ട് ബിഗ് ബോസ് ഡോർ തുറന്നു കൊടുത്തു. ബിഗ് ബോസ് ഡോർ തുറന്നു കൊടുത്തത് വേറൊന്നുമല്ല, ഇത്ര നേരമായില്ലേ ഇവർക്ക് പാഠം പഠിപ്പിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ നാറ്റിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തുറന്നു കൊടുത്താൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. അതിനുശേഷം മെയിൻ ഡോർ പിന്നെയാണ് തുറന്നത്. പിന്നെ ഇവർ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മെയിൻ ഡോറിന് പുറത്തായിരുന്നു നമ്മുടെ നോറ. അപ്പോഴും നോറ ഒറ്റയ്ക്കാണ് അവിടെയും. അപ്പോൾ നോറ മെയിൻ ഡോറിന് പുറത്തായിരുന്നു, നോറയകത്ത് വന്നു. അവസാനം കരകാട്ടം ചലഞ്ച് എന്നൊരു ചലഞ്ച് വന്നു. അതിൽ സായിയും അബിയും അവസാനം വരെ പിടിച്ചു നിന്ന സായിയാണ് അവരുടെ ടീം. നെക്സ്റ്റ് ടീമാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനം ഡെൻ തന്നെ, ഗബ്രിയാണ് നല്ല രീതിയിൽ പിടിച്ചു നിന്നത്. അപ്പോൾ പതിയെ ജാസ്മിനും തന്റെ ഫാൻ ബേസ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കിട്ടുന്നത്. ഈ വൈൽഡ് കാർഡ് എൻട്രീസ് കയറിയ സമയത്ത് ജനങ്ങൾ മാക്സിമം പേർ ഇവർക്കെതിരെയായിരുന്നു. കാഴ്ചക്കാരിൽ മാക്സിമം പേർ ജാസ്മിൻ ഗബ്രി അഥവാ ജബ്രി ടീമിന് എതിരെയായിരുന്നു. ആ ഒരു കൺസെപ്റ്റിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. സത്യത്തിൽ ഇവർ പടികേറി പോയായിരുന്നു. ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ എത്തിയപ്പോൾ ഇവരെ ബിഗ് ബോസിനകത്തേക്ക് വിളിപ്പിച്ചു. ഇപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് എന്തൊക്കെ കാണാവോ അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. പുറത്ത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ പ്രവൃത്തികൾ കൊണ്ട് ജാസ്മിന് കൂടുതൽ വോട്ട് കിട്ടിയാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനുള്ള സാധ്യത വളരെയധികമാണിപ്പോൾ. ആ രീതിയിലാണ് ഇവരുടെ പ്രകടനം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.